ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, ദൈവഹിതം നിറവേറ്റിയ അനേക വ്യക്തികളെ വേദപുസ്തകത്തിൽ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. ഏതാനും ചിലരെ പറ്റി ഞാൻ സൂചിപ്പിച്ചു. നമുക്ക് തീർച്ചയായും നമ്മുടെ ധ്യാനത്തിന് വിഷയമാക്കേണ്ട ഒരു വ്യക്തിത്വമാണ് ജോബ്, നീതിമാനായ ജോബ്. അദ്ദേഹത്തിൻ്റെ പേര് തന്നെ വളരെ മനോഹരമാണ്. നീതി തേടിയുള്ള തൻ്റെ ജീവിതം, നീതി മാത്രം നിർവഹിക്കുവാൻ, നന്മ മാത്രം ചെയ്യുവാൻ, ചിന്തിക്കുവാൻ, അതിലുപരി ദൈവഹിതം അത് നടക്കട്ടെ എന്ന് ജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥിച്ച് ജീവിത വ്യാപാരം നിർവഹിച്ച വ്യക്തിത്വം. ജോബിനെ പറ്റി പുസ്തകം പറയുന്നത്, തുടക്കത്തിൽ ജോബ് വലിയ ധനികനായിരുന്നു. വലിയ ഭണ്ഡാരങ്ങളും ധാന്യപുരകളും ആയിരക്കണക്കിന് ആടുമാടുകളും ഒക്കെ കന്നുകാലികളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ സർവശക്തനായ, അല്ലെങ്കിൽ ആ നാട്ടിലെ ഏറ്റവും നല്ല ഒരു മനുഷ്യനായി ആ മനുഷ്യൻ വിരാജിക്കുമ്പോൾ, ഈ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ വളർച്ച എപ്പോഴും ദൈവഹിതം നിറവേറ്റുന്നവര് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം, എപ്പോഴും പരീക്ഷ, ദൈവഹിതം അനുസരിക്കുവാൻ ആഗ്രഹിക്കുന്നവരെ പരീക്ഷ എപ്പോഴും പിന്തുടർന്നുകൊണ്ടിരിക്കും. ജോബിന്റെ വളർച്ചയിൽ അസൂയ തോന്നുന്ന പിശാച് എപ്പോഴും അസൂയാലുവാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നിടത്തൊക്കെ ദൈവഹിതം നിറവേറ്റുവാൻ ആഗ്രഹിക്കുന്നവരെയൊക്കെ പിശാച് മറ്റു പലരുടെയും ഉള്ളിൽ പ്രവേശിച്ചുകൊണ്ട് ദൈവഹിതം നിറവേറ്റുന്നതിൽ നിന്ന് അവരെ മാറ്റി നിർത്തുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഇന്ന് ലോകത്തിന് ദൈവഹിതം നിറവേറ്റുവാൻ പലർക്കും സാധിക്കുന്നില്ല. ദൈവഹിതം നിറവേറ്റണമെങ്കിൽ ദൈവഹിതം അന്വേഷിക്കണം, പരിപൂർണമായി ദൈവത്തിൽ സമർപ്പിക്കണം. ജോബ് പരിപൂർണമായി ദൈവത്തിൽ സമർപ്പിച്ചു. ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്കറിയാം, പിശാച് കടന്നു എന്ന് ജോബിനെ പരീക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ യഹോവയായ ദൈവം പറയുന്നു, അവനെ പരീക്ഷിച്ചുകൊള്ളുക, കുഴപ്പമില്ല, അവൻ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, അവൻ എന്നെ ഒരിക്കലും തിരസ്കരിക്കുകയില്ല. ഇത്രമാത്രം സമ്പത്തും ഇത്രമാത്രം ധാന്യങ്ങളും ഇത്രമാത്രം കന്നുകാലികളും ഒക്കെയുള്ള ജോബ് വലിയ വളർച്ചയിൽ നിൽക്കുന്നത് കൊണ്ട് അവൻ എന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. സർവവും നഷ്ടപ്പെട്ട് തിരസ്കൃതനായി അസ്വസ്ഥനായി മാറുന്ന ജോബ് അപ്രകാരമായി തീർന്നാൽ ജോബ് തന്നെ ഉപേക്ഷിക്കുമെന്ന് ദൈവത്തോട് സാത്താൻ വാദിക്കുമ്പോൾ, അവിടെയും യഹോവയായ ദൈവം പറയുന്നു, നീ എന്തു ചെയ്താലും അവൻ എന്നെ ഉപേക്ഷിക്കുകയില്ല. അപ്പോൾ ജോബ് പറയുകയാണ്, അവന്റെ ശരീരത്തെ സ്പർശിക്കാൻ നീ അനുവദിച്ചാൽ അവൻ തീർച്ചയായും ദൈവത്തെ ഉപേക്ഷിക്കും. യഹോവയായ ദൈവം പറഞ്ഞു, നീ അവന്റെ ശരീരത്തിൽ സ്പർശിച്ചാലും അവന്റെ ശരീരത്തിൽ സ്പർശിക്കുവാൻ ഞാൻ അനുവാദം തരുന്നു. നീ അവനെ പരീക്ഷിച്ചു കൊള്ളുക. വലിയ രോഗങ്ങള്, ചരങ്ങ്, അപാരമായ ശരീരം മുഴുവനും വ്രണങ്ങൾ ഉണ്ടാകുന്ന രോഗങ്ങള്. ജോബ് ഓട്ടിൻ കഷണം എടുത്ത് ചൊറിഞ്ഞു. അവിടെയൊക്കെ ദൈവത്തിന് മുൻപിൽ ജോബ് പ്രാർത്ഥിക്കുകയായിരുന്നു. ചാരത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ജോബ്, ചാക്കുടുക്കുന്ന ജോബ്, ചാരം പൂശുന്ന ജോബ്, സുഹൃത്തുക്കളെ കളിയാക്കുമ്പോൾ ദൈവനാമം മഹത്വപ്പെടട്ടെ എന്ന് പറയുന്ന ജോബിന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 24-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ജോബ് പറയുകയാണ്, യഹോവ തന്നു, ദൈവം തന്നു, ദൈവം എടുത്തു, അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന്റെ ഹിതം അത് മഹത്വപ്പെടുത്തുവാനുള്ളതാണ്. ഈ ഭൂമിയിൽ എനിക്ക് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ ഹിതം ഞാൻ ആരായണം. അത് ദൈവത്തിന്റെ ഹിതമാണെന്ന് ഞാൻ ഏറ്റുപറഞ്ഞുകൊണ്ട് ആ ഹിതത്തിന് എന്നെ സമർപ്പിക്കണം. ജീവിതത്തിന്റെ തകർച്ചയുടെ അങ്ങേ അറ്റത്തെത്തിയപ്പോഴും, ജോബിന്റെ ഭാര്യ തിരസ്കരിച്ചപ്പോഴും, മക്കളെ നഷ്ടപ്പെട്ടപ്പോഴും, ലോകത്തുള്ളവരെല്ലാം ജോബിനെ തിരസ്കരിച്ചപ്പോഴും ദൈവത്തെ തിരസ്കരിക്കുവാൻ ജോബ് മെനക്കെടുന്നില്ല. ജോബ് ദൈവത്തിന്റെ ഹിതത്തിന് സമർപ്പിച്ചുകൊണ്ട് പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിന്റെ ഹിതം പോലെ എന്നിൽ ഭവിക്കട്ടെ. തീർച്ചയായും ജോബ് പ്രാർത്ഥിച്ചു കാണും, ദൈവമേ നിന്റെ ഹിതം പോലെ ഭവിക്കട്ടെ, എന്റെ ഹിതമല്ല. എന്നെ നീയാണ് മണ്ണിൽ നിന്ന് മെനഞ്ഞെടുത്തത്. ജോബ് പറയുന്നുണ്ട്, എന്നെ പൂഴിയിൽ നിന്ന് കുശവനെ പോലെ ദൈവം രൂപപ്പെടുത്തിയെടുത്തു, ഞാൻ ഇന്ന് ഏറെ വേദന അനുഭവിക്കുന്നു, കഷ്ടപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടും ജോബ് പറയുകയാണ്, എന്നാലും
എൻ്റെ ഹോയുടെ ആ സ്നേഹത്തിൽ നിന്ന് ഞാൻ അകലുകയില്ല. ദൈവത്തിന്റെ ഹിതം ഞാൻ നിറവേറ്റും, ദൈവത്തിന്റെ ഹിതം ഞാൻ ആരായും, ദൈവത്തിന്റെ ഹിതം എനിക്ക് ദോഷമായിട്ടുള്ളതാവുകയില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ജോബ് ഉത്തരോത്തരം പിശാചിനെ തോൽപ്പിക്കുമ്പോൾ, പിശാച് തോറ്റു തൊപ്പിയിടുമ്പോൾ അവസാനം ജോബ് പറയുകയാണ്, പിശാച് പറയുകയാണ്, നിന്റെ ദാസൻ ജോബ് വിജയിച്ചു. ദൈവഹിതത്തിന് സമർപ്പിക്കുന്നവൻ, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി, നേട്ടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കിട്ടിയില്ലെങ്കിൽ ദൈവത്തെ തിരസ്കരിക്കുന്നവനല്ല. തൻ്റെ ജീവൻ പോലും ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ തയ്യാറെടുക്കുന്നവനാണ് ദൈവഹിതാനുസാരിയായി വളരുന്നത്, വർദ്ധിക്കുന്നത്. അതാണ് ജോബ്. ദൈവത്തിന്റെ ഹിതം, സ്വന്തം ഹിതം മാറ്റുകയാണ്. എല്ലായിടത്തും ദൈവത്തിന്റെ ഹിതം. മക്കൾ നഷ്ടപ്പെട്ടപ്പോൾ അതും ദൈവഹിതമായിരിക്കാം. ആയിരക്കണക്കിന് കന്നുകാലികൾ നഷ്ടപ്പെട്ടപ്പോൾ അതും ദൈവഹിതം, ഇതും ദൈവഹിതം, എല്ലാം ദൈവഹിതം. ഭാരത ചരിത്ര ആചാര്യന്മാർ പറയുന്നത് പോലെ സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നല്ലതിന്, ഇനി സംഭവിക്കാനിരിക്കുന്നതും നല്ലതിന്. സംഭവാമി യുഗേ യുഗേ. ജോബ് പ്രാർത്ഥിച്ചു, ജോബ് അനുഗ്രഹിക്കപ്പെട്ടു. ദൈവത്തിന്റെ ഹിതാനുസാരികളായി ദൈവത്തിന്റെ ഹിതം നിറവേറ്റുന്നവരെ ദൈവം ഉപേക്ഷിക്കുകയില്ല. ഓരോരുത്തരുടെ ചരിത്രം എടുത്തു. അബ്രഹാം, മോശ, യാക്കോബ്, ഇസ്ഹാക്ക്, ആരെയൊക്കെ നോക്കുക, അവരെല്ലാം ദൈവത്തിന്റെ ഹിതം അനുസരിച്ചവരെ ദൈവം ഉയർത്തി. സ്വയം താഴ്ത്തുന്നവനാണല്ലോ ദൈവഹിതം അനുസരിക്കുന്നത്. അവരെ ദൈവം ഉയർത്തുകയാണ്. ദൈവത്താൽ ഉയർത്തപ്പെടുവാൻ ദൈവത്തിന്റെ ഹിതം നമുക്ക് ആരായാം. ചിലതൊന്നും നമുക്ക് ചിലപ്പോൾ ലഭിച്ചു എന്ന് വരികയില്ല. ഇതൊക്കെ ദൈവത്തിന്റെ ഹിതമാണ്. ദൈവഹിതത്തിന് നമ്മെ തന്നെ വിശുദ്ധീകരിക്കുവാൻ, ആത്മശരീര മനസ്സിൽ ദൈവത്തെ സ്വീകരിക്കുവാൻ, ദൈവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ സാധിക്കുമാറാകട്ടെ. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.